ഹലോ ഗൈസ്, ഹലോ. ഞങ്ങളിന്ന് തനുവിന്റെ ചോറൂണിന് ഗുരുവായൂർ പോവാന്ന് പറയും. ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ എന്താ പറയുക 4:16 കേട്ടോ. ഇന്ന് ഞങ്ങളുടെ തനുമോളുടെ ചോറൂണാണ്, ഗുരുവായൂരിൽ വെക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാ നമ്മുടെ തനുപ്പെണ്ണ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും റെഡിയായി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വണ്ടി വരാൻ 4:30ക്കാണ് വണ്ടി വരാൻ പറഞ്ഞത്. അപ്പം ഇപ്പം 4:30 ആവാനായി, വണ്ടി ഇപ്പം എത്തും. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ 6 ഞങ്ങളും പിന്നെ ശ്രീകുട്ടീൻ്റെ അമ്മ അച്ഛമ്മ എല്ലാവരും ഉണ്ട്. അവരെ നമുക്ക് പോകുന്ന വഴി പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടോ. ട്രാവലറാണ് ബുക്ക് ചെയ്തത്. 12 പേരാണ് തോന്നുന്നു നമ്മളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറിയിട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും വണ്ടി കയറുകയാണ് കേട്ടോ. എല്ലാവരും പിക്ക് ചെയ്തിട്ട് പോകാൻ ഒരു 5 മണിയൊക്കെ ആയി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ വണ്ടി കയറിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, എല്ലാവരും നല്ല വർക്കായിരുന്നു. ഇതാ പിന്നെ എണീച്ചത് ഇതാ ചമ്രവട്ടം ബ്രിഡ്ജ് കണ്ടപ്പോഴാണ്, കണ്ടില്ലേ. ഒരു 7:30 ആയപ്പോഴത്തേ ഞങ്ങളിതാ ഗുരുവായൂർ പാർക്കിങ്ങിൽ വണ്ടി വെച്ചത് ഇറങ്ങുകയാണ് എല്ലാവരും. നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്തൊക്കെ, കാരണം കല്യാണമൊക്കെ ഒരുപാടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നല്ല തിരക്കാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിച്ചിട്ടുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചായ കുടിക്കാൻ പോയതായിരുന്നു. ഞങ്ങളെല്ലാവരും പൂരി നെയ്റോസ്റ്റ് വടയൊക്കെ ആട്ടോ വാങ്ങിയത്. നമ്മുടെ അർജു മാത്രം ഇഡ്ഡലിയാണ് ഓർഡർ കൊടുത്തത്. അതുകൊണ്ട് അവൻ അത് ആദ്യം തന്നെ കിട്ടി. ആ ചിരിയാണ് ഞങ്ങൾ അവൻ്റെ മുഖത്ത് കാണുന്നത്. ഗൈസ് കണ്ടില്ലേ. അവിടുന്ന് കുറച്ച് നടക്കണം കേട്ടോ അമ്പലത്തിലേക്ക്. അവിടെ നിന്ന് നടന്നതാ ഞങ്ങളിത് അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കിഴക്കേ നടയിലൂടെയാണ് ഞങ്ങൾ കയറിയത്. പുറമേ നിന്ന് കാണുന്ന തിരക്ക് ആക്ച്വലി ഉള്ളിലില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഞങ്ങൾ തൊഴാനൊക്കെ കയറിയപ്പോൾ ഞങ്ങൾക്ക് തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും, കയറാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. വരി ഭയങ്കര സ്പീഡായിരുന്നു. അതല്ല, ഞങ്ങൾക്ക് എന്താ പറയുക, തീരെ തിരക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. പുറമെ ആ ഒരു കല്യാണ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ അങ്ങനെ പെണ്ണിന് നമ്മൾ മുണ്ടുപിടിച്ച് ചോറൂണിന് കൊണ്ടുപോവുകയാണ്. ഉള്ളിൽ മൊബൈലൊന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അത്ര വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മോൾക്ക് ചോറ് കൊടുത്തിട്ടോ. മോളും അമ്മയും കൂട്ടിയുള്ള തുലാഭാരം ഉണ്ടായിരുന്നു. ഇളനീരിലായിരുന്നു തുലാഭാരം, അതും നടത്തി. ഞങ്ങൾ പ്രാർത്ഥിച്ചതാ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ. നമ്മുടെ കിത്തുട്ടനെ താഴെ വെച്ചാൽ പായലാണ്. അവൻ എന്തോ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. കിത്തുട്ടൻ്റെ ചോറൂണിനാണ് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വന്നത്. അതിനുശേഷം ഇതാ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 12:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെരുപ്പിടാതെയായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് വന്നത്. തിരിച്ച് പോകുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര വെയിലായിരുന്നു, കാലിൻ്റെ അടി പൊള്ളി, അല്ലാതെ എന്ത് പറയാം, നല്ല അനുഭവമായിരുന്നു അത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആനപ്പന്തിയിലേക്കായിരുന്നു കേട്ടോ. കിത്തുട്ടൻ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. അവൻ എങ്ങനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടാണ് ആനനെ കാട്ടിക്കൊടുത്തത്. പിന്നെ നല്ല ഉഷാറായി. ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടോ വൃഷവേട്ടൻ. ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു മൂകത അവൻ്റെ മുഖത്ത് കാണാം കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ആൾ ഉഷാറാവും. ആന കളിക്കുന്ന പോലെ കളിക്കാനൊക്കെ തുടങ്ങിട്ടോ, കണ്ടോ. ആനയൊക്കെ ഫുള്ള് ഡാൻസ് ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ട് നിൽക്കാൻ. കിത്തുട്ടന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്.
പന്തിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 1:30-2 മണി ആയി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അങ്ങനെ ഇതാ അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ട്രാവലറിൽ കയറിയിട്ടോ. കയറിയതിന് ശേഷം പിന്നെ ഫുൾ ഉറക്കമായിരുന്നു. പിന്നെ നേരെ നാട്ടിലെത്തിയിട്ടാണ് എണീച്ചത്. പിന്നെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ഇതാ വീട്ടിൽ കയറിയിട്ട് എല്ലാവരും ക്ഷീണിച്ചു. നമ്മുടെ വൺ ഡേ ഗുരുവായൂർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ.